ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈനോക്സ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി, നമുക്ക് പനിയായി നമ്മൾ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കാനാണ്. നമ്മൾ എന്തായാലും ഇന്ന് വില്ലേജ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് നേരെ നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കാനുള്ള ജേണി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് നമ്മുടെ ഫർണേഴ്സിൽ നമ്മുടെ കോൾ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ നമ്മുടെ ചെസ്റ്റിലുള്ള ഓരോരോ നമ്മുടെ വുഡും പ്ലാങ്കും പിന്നെ ട്രീൻ്റെ ചെടിയും കോപ്പറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫുഡും പിന്നെ ലെതറൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ വില്ലേജ് അപ്പുള്ള യാത്ര തുടങ്ങാം. നമുക്ക് നേരെ നമ്മുടെ ഫർണേഴ്സും ചെസ്റ്റൊക്കെ പൊട്ടിക്കണം. നമുക്ക് നേരെ നമ്മുടെ ഫർണേഴ്സും ചെസ്റ്റൊക്കെ ഒന്ന് പൊട്ടിക്കാം. ഫർണേഴ്സിലൊന്നും കാര്യമായിട്ടില്ല, നമുക്ക് നേരെ ഫർണേഴ്സും ചെസ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഗൈസ്, നമ്മുടെ ഒരു കോപ്പർ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ച് 32 കോപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഉരുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കോപ്പർ ടൂൾസ് ഉണ്ടാക്കണം. കോപ്പർ ടൂൾസ് ഉണ്ടാക്കാം. കോപ്പർ ടൂൾസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് കോപ്പർ ടൂൾസും കൂടെ ഉണ്ടാക്കണം. നമുക്ക് നേരെ നമ്മുടെ കോപ്പർ ടൂൾസ് ഉണ്ടാക്കാം. ഗൈസ്, കോപ്പർ വേണ്ട ഗൈസ്, നമ്മുടെ കയ്യിൽ അയൺ ഉണ്ട്. നമുക്ക് അപ്പോൾ അയൺ എന്തായാലും അയൺ പിക്കാപ്സ് അയൺ ആക്സ് ഒക്കെ ഉണ്ടാക്കാം. നമുക്ക് നേരെ നമ്മുടെ അയൺ പിക്കാപ്സ് അയൺ ആക്സ് ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് കുറവാണെന്ന് തോന്നുന്നു. പറഞ്ഞാൽ സ്റ്റിക്ക് കുറവാണ്. നമുക്കൊരു ആദ്യം പിക്കാപ്സ് ഉണ്ടാക്കാം, പിന്നെ കുറച്ച് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് കുറച്ച് ഉണ്ടാക്കാം. നമ്മുടെ വുഡ് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ക്രാഫ്റ്റിങ്ങിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് പ്ലാങ്ക് കൊണ്ട് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് സ്റ്റിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ആക്സും കൂടെ ഉണ്ടാക്കാം. ആക്സും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ യാത്ര തുടങ്ങണം. അപ്പോൾ നമ്മൾ ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതേപോലെ നമ്മുടെ ബെഡും കൂടെ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ വില്ലേജ് ഒക്കെയുള്ള യാത്ര തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരെ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇനി ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കായിരിക്കും. നമുക്ക് പനിയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ബിസിയിലായിരുന്നു. പിന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വില്ലേജ് ഒക്കെയുള്ള യാത്ര പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ സ്ട്രെയിറ്റ് തന്നെ പോയി നോക്കാം ഗൈസ്. എവിടെയൊക്കെ എത്തും ഗൈസ്. അവിടെയൊക്കെ ഒന്നും മല പോലെയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ മല പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അതായത് നമുക്ക് പോയി നോക്കാം. ഇവിടെ എവിടെയും വില്ലേജ് ഉണ്ടാകും. കാരണം ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ വില്ലേജർ സോംബിനെ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വില്ലേജ് ഉണ്ടാകുന്നതിന് നമുക്ക് ഏകദേശം തോന്നിയതാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഇന്ന് വില്ലേജ് കണ്ടുപിടിക്കണം എന്നാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ എന്തായാലും വില്ലേജ് കണ്ടുപിടിക്കും. നമുക്ക് വില്ലേജും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഏകദേശം നമുക്ക് നേരെ നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കാനുള്ള ഇതിൽ പിന്നെ പോവാം. ഏകദേശം അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ ആ ഫോറസ്റ്റിലേക്ക് കയറി കഴിച്ച് നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ആ ഫോറസ്റ്റ് എന്തെങ്കിലും ചിലപ്പോൾ ഫോറസ്റ്റിലുണ്ടാവും. ഫോറസ്റ്റിൽ പൊതുവേ നമ്മുടെ വില്ലേജ് ഉണ്ടാവാത്തതാണ് ഗൈസ്. ഫോറസ്റ്റിൽ അങ്ങനെ ഉണ്ടാവില്ല. വില്ലേജ് കൂടുതൽ ഉണ്ടാവണ മറ്റേ നമ്മുടെ പ്ലെയിൻ ഏരിയസിലായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ഫോറസ്റ്റ് തന്നെ ഒരു പ്ലെയിൻ ഏരിയ ഉണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് ഈ ഫോറസ്റ്റ് കഴിയുന്നവരെ പോയി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം. അവിടെ കോഴിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് പോയി നോക്കാം. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്. ഗൈസ്, കോഴീനെ കൊന്നുണ്ട്. എന്തായാലും നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കും ഗൈസ്. ഉറപ്പാണ് നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമുക്ക് പിന്നെ കുറേ ദൂരം സഞ്ചരിക്കേണ്ടത് നമ്മൾ വീഡിയോ 2x ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മളെ വില്ലേജ് ആപ്പിൽ പോവാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ ദൂരം സഞ്ചരിച്ചു. എന്നിട്ടൊരു വില്ലേജിൻ്റെ ഒരു അംശം പോലും കാണാൻ കിട്ടിയിട്ടില്ല ഇത്ര നേരം സഞ്ചരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും വില്ലേജ് നമുക്ക് ഫോക്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ബോണുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ആ ബോണും കൂടെ കൊടുത്തിട്ട് നമ്മളെ ഫോക്സിനെ ടൈം ചെയ്യാം. ഫോക്സിന് കഴിയും. അപ്പോൾ നമുക്ക് എന്തായാലും ഫോക്സിനെയും കൂടെ കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് പുതിയൊരു കൂട്ടുകാരനും കൂടെ ആയി. ഗൈസ്, ഫോക്സിനെ കാണാമല്ലോ. വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോക്സിനെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കാനുള്ള യാത്ര തുടങ്ങാം. ഇനിയിപ്പോൾ കുറേ ദൂരം യാത്ര ചെയ്യേണ്ട വരും. നമുക്ക് നേരെ വില്ലേജ് കണ്ടുപിടിക്കാനുള്ള യാത്ര തുടങ്ങാം.
അപ്പോൾ ഗൈസ് നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും വീഡിയോ നമ്മൾ 2x നമുക്ക് നേരെ വില്ലേജ് കണ്ടുപിടിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തു, എന്താ അറിയില്ല ഇത്ര നേരം പോയിട്ടും വില്ലേജ് മത്തങ്ങ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ വില്ലേജ് ഉണ്ടാവാൻ ചാൻസ് കാണുന്നു, മത്തങ്ങൻ്റെ അവിടെ വില്ലേജ് ഉണ്ടാവുന്നതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ മത്തങ്ങ ഉണ്ട്. അതേപോലെ നൈറ്റായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ദിവസമായി നമ്മളെ വില്ലേജ് എപ്പി പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നൈറ്റ് ആയതുകൊണ്ട് സ്ലീപ്പ് ചെയ്യാം. നമ്മൾ വീഡിയോ നേരെ 1x തന്നെ ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇവിടെ എവിടെയും ബെഡ് വെച്ചിട്ട് നമുക്ക് നേരെ സ്ലീപ്പ് ചെയ്യാം. അപ്പോൾ പിറ്റേ ദിവസം തന്നെ വീണ്ടും നമുക്ക് തുടങ്ങണം. വോയിസ് നൈറ്റ് ആയിട്ടില്ല, കറക്റ്റ് ഈവനിങ് ആയിട്ടുള്ളൂ. നമ്മുടെ ഫോക്സ് അവിടെ ഉണ്ട്, നമ്മുടെ ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ടോർച്ച് വെച്ചെടുത്തേക്കാം സോംബി ഒന്ന് സ്പോൺ ആവാണ്ടിരിക്കാൻ. നമ്മളവിടെ ഒരു ടോർച്ച് കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയും കുറേ ദൂരം പോകാനുണ്ട്, വില്ലേജ് അങ്ങനെ കാണാനൊന്നുമില്ല. ഇത്ര ദൂരം പോയിട്ടും വില്ലേജ് കാണാനില്ല, എന്തായാലും വില്ലേജ് കണ്ടുപിടിക്കുമായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ എന്ത് വേണമെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അവിടെ മത്തങ്ങയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ പന്നീനെ കൂടെ കൊല്ലാം ഗൈസ്. പന്നീനെ കൂടെ കൊന്ന് നമുക്ക് പന്നീൻ്റെ കൂടെ ഫുഡാവും. ഞങ്ങൾക്ക് നേരെ മത്തങ്ങയും കൂടെ പൊട്ടിച്ചെടുക്കാം. നമുക്ക് നേരെ പോയി ഉറങ്ങി നോക്കാം ഗൈസ്, നൈറ്റായിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരെ ഉറങ്ങി രാവിലെ ആകാം. അപ്പോൾ ഗൈസ് അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബെഡ് പൊട്ടിച്ച് നമുക്ക് നേരെ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങാം. നമുക്ക് നേരെ ഇനി വില്ലേജ് കണ്ടുപിടിക്കാനുള്ള യാത്ര വീണ്ടും തുടങ്ങാൻ പോകുന്നു. ഇവിടെയൊക്കെ നിറച്ച് ഫോക്സ് ഉണ്ട്, സദാ സൈറ്റിൽ കൂടെയൊക്കെ ഫോക്സിനെ കാണുന്നുണ്ട്. നമുക്കൊരു ഫോക്സിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വില്ലേജ് എപ്പോഴുള്ള യാത്ര തുടങ്ങാം. 2000 years later. ഫൈനലി ഗൈസ് അങ്ങനെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് അതുപോലെ മലമണ്ടയിലൊക്കെ എത്തിയിട്ട് ഞങ്ങൾക്ക് നേരെ നമ്മുടെ താഴേക്കൊക്കെ ഇറങ്ങി നോക്കണം. അവിടെ ലാമയൊക്കെ കാണുന്നുണ്ട് ഗൈസ്, അതുപോലെ പശുവിൻ്റെയൊക്കെ ഇത് മാറിയിട്ടുണ്ട്. നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്, നമ്മുടെ ഒറിജിനൽ പശു ഒന്നുമല്ല, വേറെ ഏതോ ഒരു പശുവാണ് ഗൈസ്. അവിടെ കോപ്പറൊക്കെ കാണുന്നുണ്ട്, നമുക്ക് കോപ്പർ അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിൽ ഉണ്ട്. നമുക്ക് കോളും അയണൊക്കെ കിട്ടി നമുക്ക് എന്തായാലും വാങ്ങിക്കാം. കോൾ നമുക്ക് ഫ്യൂവൽ കുറവാണ്, കോൾ എന്തായാലും ഇവിടെ ഉണ്ടാകും. എന്തായാലും നമുക്ക് കുറച്ച് കോളും കൂടെ കിട്ടും. അതായത് അവിടെ ആ മുലയിൽ കുറച്ച് 3 കോള് കാണുന്നുണ്ട്, നമുക്ക് ആ കോൾ എന്തായാലും പോയി മൈൻ ചെയ്തെടുക്കുക. കാരണം കോളും കൂടെ നമുക്ക് എന്തായാലും വേണ്ടതാണ്, കോൾ നമുക്ക് എന്തായാലും വേണം, കോൾ നമുക്ക് ഫ്യൂവലായിട്ട് എന്തായാലും വേണ്ടതാണ്. നമുക്ക് കോളും കൂടെ അങ്ങ് വേഗം മൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. ഇന്നെങ്കിലും നമുക്ക് വില്ലേജ് കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മളിപ്പോൾ 2-3 ദിവസം ഒരു ദിവസമായി നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കാൻ പോയിട്ട്. എന്തായാലും നമുക്ക് ഇന്നത്തോടെ നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കുമായിരിക്കും. വില്ലേജ് കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് വില്ലേജുകാരെ ഒറ്റ ജീവിക്കാം. വേറെ കാര്യം നമുക്ക് അങ്ങനെ ഇതൊന്നും ചെയ്യേണ്ട, അവരെ കൃഷിയിൽ നിന്ന് ഫുഡ് എടുക്കുക, അങ്ങനെ നമുക്ക് വില്ലേജുകാരെ ഒറ്റ ജീവിക്കാം. നമുക്കിനി കോൾ കണ്ട കുറച്ച് കോളും കൂടെ മൈൻ ചെയ്തെടുക്കണം. അതേപോലെ അയൺ കണ്ടാൽ അയണും മൈൻ ചെയ്തെടുക്കണം. അയൺ നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് ഇനി ഡയമണ്ട് കണ്ടുപിടിക്കണം ഗൈസ്. ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് നെതറിൽ പോകാൻ. നമുക്ക് ഒബ്സിഡിയൻ ഉണ്ടാക്കണമെങ്കിൽ ഒബ്സിഡിയൻ പൊട്ടിക്കണം, നമുക്ക് ഡയമണ്ടിൻ്റെ പിക്കപ്സ് വേണം. അപ്പോൾ നമുക്ക് എന്തായാലും ഡയമണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കുന്ന ആക്കാൻ കുറച്ചുകൂടെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡയമണ്ട് കണ്ടുപിടിക്കാൻ തന്നെ ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് അത്യാവശ്യത്തിന് കുറേ കോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ ഈ കോളും കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ നമ്മളെ കണ്ടുപിടിക്കാൻ പോകാം ഗൈസ്. അപ്പോൾ അത് നൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ അങ്ങനെ ഗൈസ് 2 ദിവസമായി. അപ്പോൾ നമ്മൾ 3ാമത്തെ ദിവസത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇവിടെയൊക്കെ കോളും ഒക്കെ കാണുന്നുണ്ട്, പക്ഷേ കോപ്പർ കാണുന്നുണ്ട്. എന്തായാലും അങ്ങനെ 2ാമത്തെ ദിവസമായി. നമുക്ക് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ബെഡ് വെച്ചിട്ട് ഗൈസ് അവിടെ അയൺ കാണുന്നുണ്ട്, നമുക്ക് അയൺ പോയി മൈൻ ചെയ്തതിന് ശേഷം ഇവിടെ എവിടെയും ബെഡ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ 2ാമത്തെ ദിവസം നമുക്ക് അങ്ങോട്ട് സർവൈവ് ചെയ്യാം. നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി ഗൈസ്. എന്നിട്ട് നമ്മൾ ഇത്ര നേരം പോയിട്ട് നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. നമുക്ക് എന്തായാലും ഈവനിങ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എവിടെയും കിടക്കാം. 4 കോൾ കിട്ടി, 5 കോൾ കിട്ടി, 6 കോൾ കിട്ടി. അപ്പോൾ 6 കോള്, പക്ഷേ 6 അയൺ കിട്ടി, കോളല്ല അയൺ. അപ്പോൾ എവിടെയൊക്കെ കോൾ വന്നിട്ട് ആ കോളും കൂടെ മൈൻ ചെയ്ത് നമുക്ക് നേരെ ഇവിടെ എവിടെയെങ്കിലും ബെഡ് വെച്ചതിന് ശേഷം കിടന്നുറങ്ങാം. പിന്നെ ഗൈസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഞാൻ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ ആ ഗെയിമും കളിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിംസൊക്കെ കമൻറ്റ് ചെയ്യാൻ നമ്മളത് കളിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും വേഗം നമ്മുടെ കോളും കൂടെ മൈൻ ചെയ്തെടുക്കാം.
കൂടെ നമ്മൾ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ ബെഡ് വെച്ചിട്ട് നമുക്ക് നേരെ കിടന്നുറങ്ങാം. നമുക്ക് അങ്ങനെ മൂന്നാമത്തെ ദിവസമായി ഗൈസ്. മൂന്നാമത്തെ ദിവസം നമുക്ക് നേരെ നമ്മൾ കിടന്നുറങ്ങാം. നമ്മൾ മൂന്നാമത്തെ ദിവസമായിരിക്കും കാണുക ഗൈസ്. മൂന്നാമത്തെ ദിവസം നമുക്ക് മൂന്നാമത്തെ ദിവസം അതിൻ്റെ മൂന്നാമത്തെ ദിവസം എന്തായാലും നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അതാ ഗൈസ് അവിടെ ഒരു ക്രീപ്പറിനെ കാണുന്നുണ്ട്. ക്രീപ്പറിനെ കൊല്ലാം ഗൈസ്. നമ്മൾ വീഡിയോ പിന്നെയും 2x ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറേ ദൂരം ഇതാക്കേണ്ടതുകൊണ്ട് നമ്മൾ വീഡിയോ വീണ്ടും 2x ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്രീപ്പറിനെ കൂടെ കൊന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ വില്ലേജ് അപ്പുള്ള യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരെ വില്ലേജ് അപ്പുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ നമ്മുടെ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഫോറസ്റ്റ് നമ്മൾ പ്ലെയിൻ ഏരിയ കണ്ടു, പക്ഷേ ഇവിടെ മലയായതുകൊണ്ട് വില്ലേജ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഫോറസ്റ്റിൽ കൂടെ കയറി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ വില്ലേജ് അപ്പുള്ള യാത്ര തുടങ്ങാം. അങ്ങനെ കഴിച്ച് നമ്മൾ കുറേ ദൂരം കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. ഇവിടെ ഒരു പന്നീനെ കണ്ടു, ആ പന്നീനെ കടിച്ച് കൊന്നുണ്ട്. ഫൈനലി നമ്മൾ വില്ലേജ് വില്ലേജിലേക്കുള്ള വഴിയാവാൻ ആണ്. അങ്ങനെ നമ്മൾ ഫൈനലി വില്ലേജ് കണ്ടെത്തിയിരിക്കുന്നത് ഗൈസ്. കുറേ ദൂരം സഞ്ചരിച്ചു നമ്മൾ 2 ദിവസം ഫുള്ള് ഓടി. എന്നിട്ട് ഇപ്പോഴാണ് വില്ലേജ് കണ്ടുപിടിച്ച് ഇവിടെ. അപ്പം എന്തായാലും നമുക്ക് ഇപ്രാവശ്യം വില്ലേജുകാർ ഊറ്റി ജീവിക്കാനുള്ളതായിട്ട് ഗൈസ്. കുറേ നമ്മുടെ ക്യാരറ്റൊക്കെ ഉണ്ട്. എന്തായാലും വില്ലേജുകാർ നമുക്ക് ഊറ്റാനുള്ള കാര്യം സുഖമായി. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല വില്ലേജാണ് ഗൈസ്. നമുക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് നോക്കി നോക്കാം. ബ്ലാക്ക് സ്മിത്തിൻ്റെ കയ്യിൽ എന്തുണ്ടോ? ഇവിടെ വില്ലേജിലൊക്കെ ബെഡ് മാത്രമല്ല ഗൈസ്. ഇവിടെ നിന്ന് ചെസ്റ്റും ഇല്ല. ഇവന്മാർ ഭയങ്കര പിശുക്കന്മാരാണ്. അവന്മാരേലും ഒരു ചെസ്റ്റ് പോലും ഇല്ല. അവിടെ അങ്ങനെ കുറേ വില്ലേജ് ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വില്ലേജറിൻ്റെ വീട് അടിച്ചു പറ്റാം നമുക്ക് താമസിക്കാൻ. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് വേറെ ഏതെങ്കിലും കുറച്ച് അപ്പുറത്ത് നമുക്ക് പോയി നോക്കാം. അവിടെ നമ്മുടെ ട്രേഡറൊക്കെ ഉണ്ട്. ട്രേഡർ ലാമേനെ പിടിച്ചിടിച്ച് പട്ടി ലാമേനെ അടിക്കുന്നുണ്ട്. ഫോക്സ് സീനാണ് ഗൈസ്. നമ്മുടെ ഫോക്സ് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്കും കൂടെ സഹായിക്കാം. അങ്ങനെ നമ്മൾ ആ ലാമേനെ കൂടെ കൊന്നിട്ടുണ്ട്. നമുക്ക് ട്രേഡറിൻ്റെ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. ട്രേഡറിൻ്റെ ബക്കറ്റ് ഓഫ് വാട്ടർ പോലത്തെ നമുക്ക് 2 ഇത് കിട്ടും ഗൈസ്. എന്തായാലും നമുക്കതെന്തെങ്കിലും ട്രേഡ് ചെയ്യാം. അതേപോലെ ഇവിടെ മണിയൊക്കെ ഉണ്ട്. അതുപോലെ അയൻകുളത്തിനെ കണ്ടു. അത്യാവശ്യം നല്ല വില്ലേജ് തന്നെയാണ് ഗൈസ്. നമ്മളൊക്കെ ഇവിടെ ആവശ്യത്തിന് ഫുഡുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ഫുഡിൻ്റെ കാര്യത്തിൽ നോക്കണ്ട. ഇതെന്താണ് വില്ലേജുകാരൊക്കെ കൂട്ടിനുള്ളിൽ കയറിയിരിക്കണം. അവരെന്താ വെച്ചിട്ട് നമുക്ക് എന്തായാലും ഡോർ തുറന്ന് കൊടുത്തിട്ട് നമുക്ക് നേരെ ആ മൂലയിലുള്ള വീട് നമുക്ക് നോക്കാം ഗൈസ്. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ള ചെസ്റ്റൊക്കെ കാണുന്നുണ്ട്. ലെതറിൻ്റെ ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതെന്തായാലും വേണ്ട. കുറച്ച് ബ്രെഡ് ഉണ്ട്. ആ ബ്രെഡൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ ഏതെങ്കിലും ഒരു വീട് നമുക്ക് എടുക്കാം. നമുക്ക് സ്വന്തമായിട്ട് എടുക്കണം. നമ്മൾ വില്ലേജിൽ തന്നെ ആയിരിക്കും. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകണം. അത് നമ്മൾ വീടുണ്ടാക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ മൂലയുള്ള വീട് നോക്കിയപ്പോൾ ഇവിടെ ഒന്നും ചെസ്റ്റ് ഇല്ല ഗൈസ്. വേറെ ശോകം വില്ലേജ്. പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡുണ്ട് ഗൈസ്. ചെസ്റ്റ് ഇല്ലെങ്കിലും ഫുഡുണ്ട്. നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇതായിട്ടില്ല. ആവശ്യത്തിനുള്ള ഫുഡുണ്ട്. നമുക്ക് എന്തായാലും ഈ വീട് തന്നെ എടുക്കുക ഗൈസ്. ഈ വീട് നമ്മളെ വീടാക്കാൻ പോവാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മളെ തൽക്കാലത്തെ വീട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഈ സാധനമൊക്കെ ഒന്ന് പൊട്ടിച്ചത്. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വീട് ഉണ്ടാക്കണോ അതോ ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും നമ്മുടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണേഴ്സൊക്കെ ചെസ്റ്റൊക്കെ അവിടെ വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫർണേഴ്സ് മേലെ വെക്കാം ഗൈസ്. അതായിരിക്കും കുറച്ചുകൂടെ ഇത് നമ്മുടെ സ്ഥലം കളയേണ്ട ചെറിയൊരു പെട്ടി വീടാണ്. വില്ലേജാർ വീട് അതൊക്കെ അത് തന്നെയാണ്. നമ്മളവിടെ ചെസ്റ്റും പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ വില്ലേജിലേക്ക് ഇനി വീണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താണ് അവിടെ അങ്ങനെ കാര്യമായിട്ട് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് ഗൈസ്. എന്താ കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള ഫുഡ് നമുക്ക് കുറേ ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഈ ക്യാരറ്റും നമുക്ക് ഈ വീറ്റും കൂടെ എന്തായാലും ഇതാക്കി എടുത്തേക്കാം. നമുക്ക് വീറ്റും ഇതും കൂടെ നമുക്ക് എന്തായാലും ഫുഡാക്കിയിട്ട് എടുക്കാം. വീറ്റ് വെച്ച് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. അതേപോലെ നമുക്ക് ഗൈസ് നമുക്കപ്പോൾ ഫാം തുടങ്ങണം കേട്ടോ. ഫാം തുടങ്ങണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് ഫാം തുടങ്ങണം. പശുവിൻ്റെയും ആടിൻ്റെയൊക്കെ ഫാം നമുക്ക് തുടങ്ങണം. അപ്പോൾ തുടങ്ങണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ സീഡൊക്കെ നമ്മൾ അവിടെ തിരിച്ച് അതേപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വില്ലേജർ ഊറ്റി ജീവിക്കുകയാണെങ്കിൽ നമുക്കത് തിരിച്ച് വെക്കാമല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് കുറേ കിട്ടും, ഫുഡും കിട്ടും. നമ്മൾ എന്തായാലും ഇനി ക്യാരറ്റും കൂടെ നട്ട് വെച്ചേക്കാം. നമുക്ക് ആവശ്യത്തിലുള്ള ക്യാരറ്റ് കൈ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതേപോലെ കുറേ വില്ലേജ് ഫാം ഉണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ പോയി നമുക്ക് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വേണ്ടവരെന്താണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ കിട്ടില്ലെങ്കിലുള്ള കണ്ടൻസ് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ മൈൻ ചെയ്യാൻ പോകണോ, അതോ വീട് ഉണ്ടാക്കണതോ ഫാം ഉണ്ടാക്കണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ